ബാക്ക് ടു വൺസ് KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ MOSൻ്റെ മൊഡ്യൂൾ 1 ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 2022 ഡിസംബർ മാസം ചോദിച്ചിട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. നമ്മൾ മൊഡ്യൂൾ 2ലേക്ക് പോവാണ്. മൊഡ്യൂൾ 2 നോക്കിക്കഴിഞ്ഞാൽ സിലബസിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് ടെമ്പറേച്ചർ എഫക്ട്സ്, ടെമ്പറേച്ചർ സ്ട്രെസ് ഇൻ കോമ്പോസിറ്റ് ബാർസ്, then shear stress and shear strain, modulus of rigidity, simple shear, punching shear, lateral strain, Poisson's ratio and volumetric strain. ഇതാണ് ഫസ്റ്റ് സെക്ഷനിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലാസ്റ്റിക് കോൺസ്റ്റൻസ്, ദെൻ ഇലാസ്റ്റിക് സ്ട്രെയിൻ എനർജി, strain energy due to normal stress, strain energy in bars carrying axial loads. രണ്ടാമത്തെ സെക്ഷൻ. ദെൻ തേർഡ് സെക്ഷനിൽ വരുന്നത് ഇൻസ്റ്റന്റേനിയസ് സ്ട്രെസ് ഇൻ ബാർസ് ഡ്യൂ ടു ഗ്രാജുവൽ സഡൻ ആൻഡ് ഇമ്പാക്ട് ലോഡ്സ്. ദെൻ സ്ട്രെയിൻ എനർജി ഡ്യൂ ടു ഷിയർ സ്ട്രെസ്, സ്ട്രെസ്സസ് ഇൻ തിൻ സിലിണ്ടേഴ്സ് ആൻഡ് സ്പിയേഴ്സ് ഡ്യൂ ടു ഇന്റേണൽ പ്രഷർ. സോ ഇങ്ങനെ 3 സെക്ഷനിലായിട്ടാണ് നമ്മുടെ സിലബസ് വരുന്നത്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. സോ 2022 ഡിസംബർ മാസം ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3 മാർക്കിൻ്റെ, ഇവാലുവേറ്റ് ദി വോളുമെട്രിക് സ്ട്രെയിൻ ഓഫ് എ റെക്ടാങ്കുലർ ബാർ ഹൂസ് ഡയമെൻഷൻസ് ആർ L ഇൻറ്റു B ഇൻറ്റു D. ഒരു റെക്ടാങ്കുലർ ബാർ, അതിൻ്റെ ഡയമെൻഷൻസ് വന്നേക്കുവാണ് L ഇൻറ്റു B ഇൻറ്റു D. അതിൻ്റെ വോളുമെട്രിക് സ്ട്രെയിൻ കണ്ടുപിടിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവാലുവേറ്റ് ദി വോളുമെട്രിക് സ്ട്രെയിൻ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു റെക്ടാങ്കുലർ ബാർ കൺസിഡർ ചെയ്യാം. സപ്പോസ് വി ഹാവ് എ റെക്ടാങ്കുലർ ബാർ. നമ്മുടെ ഒരു റെക്ടാങ്കുലർ ബാർ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, യെസ്, റെക്ടാങ്കുലർ ബാർ. അതിൻ്റെ ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് തിക്നെസ് എന്നേക്കാണ്. ലെങ്ത് L, ബ്രെഡ്ത്ത് B, തിക്നെസ് ഡെപ്ത് D. ഓക്കെ, 3 കാര്യങ്ങൾ എന്നേക്കാണ്. വാട്ട് ഈസ് ദി വോളുമെട്രിക് സ്ട്രെയിൻ എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. വോളുമെട്രിക് സ്ട്രെയിൻ കണ്ടുപിടിക്കുക. സോ സപ്പോസ് ഇതിൽ എന്തെങ്കിലും രീതിയിൽ നമ്മളൊരു ലോഡ് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കാം. ഈ റെക്ടാങ്കുലർ ബാറിൽ ഒരു ലോഡ് അപ്ലൈ ആണ്. ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും അതിൻ്റെ ലെങ്ത് ചേഞ്ച് ചെയ്യും, അതിൻ്റെ വിഡ്ത്ത് ചേഞ്ച് ചെയ്യും, അതിൻ്റെ ഡെപ്തും ചേഞ്ച് ചെയ്യും. സപ്പോസ് നമ്മുടെ ഫൈനൽ ലെങ്ത് എന്ന് പറയുന്നത്, നമ്മൾ ലോഡ് അപ്ലൈ ചെയ്ത ശേഷം ഉള്ള ഫൈനൽ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ L പ്ലസ് ഡെൽറ്റ L എന്നെടുക്കുവാണ്. ഇനീഷ്യൽ ലെങ്ത് പ്ലസ് ഡെൽറ്റ L. അങ്ങനെയാണെങ്കിൽ ഫൈനൽ വിഡ്ത്ത് എന്നുള്ളത് നമ്മൾ W പ്ലസ് ഡെൽറ്റ W എന്നെടുക്കുവാണ്. ഓക്കെ, ഫൈനൽ ഡെപ്ത് എന്നുള്ളത് നമ്മൾ ഇനീഷ്യൽ ഡെപ്ത് പ്ലസ് ഡെൽറ്റ D എന്നെടുക്കുവാണ്. ഓക്കെ, ഫൈനൽ ലെങ്ത്, ഫൈനൽ വിഡ്ത്ത്, ഫൈനൽ ഡെപ്ത് 3 എഴുതി. ഫസ്റ്റ് നമുക്ക് വോളിമെട്രിക് സ്ട്രെയിൻ കണ്ടുപിടിക്കണം അല്ലേ. വോളിമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം ആണ് അല്ലേ. ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. ചേഞ്ച് ഇൻ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം ആണ്. സോ ഫസ്റ്റ് ഇനീഷ്യൽ വോളിയം കണ്ടുപിടിക്കുകയാണ്. ഇനീഷ്യൽ വോളിയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇനീഷ്യൽ വോളിയം ഈസ് ഈക്വൽ ടു, ഒരു റെക്ടാങ്കുലർ ബാർ ആയതുകൊണ്ട് അതിന് ഇനീഷ്യൽ വോളിയം എന്തായിരിക്കും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ് D, ഡെപ്ത് അല്ലേ. ലെങ്ത് ഇൻറ്റു B ഇൻറ്റു D. ഫൈനൽ വോളിയം കണ്ടുപിടിക്കാൻ പോകണം നമ്മൾ. ഫൈനൽ വോളിയം ഈസ് ഈക്വൽ ടു ഫൈനൽ ലെങ്ത് എന്താണ്? L പ്ലസ് ഡെൽറ്റ L അല്ലേ. L പ്ലസ് ഡെൽറ്റ L ഇൻറ്റു ഫൈനൽ വിഡ്ത്ത് എന്താണ്? W പ്ലസ് ഡെൽറ്റ W അല്ലേ. പ്ലസ് ഫൈനൽ ഡെപ്ത് എന്താണ്? D പ്ലസ് ഡെൽറ്റ D. സോ ഇതാണ് എന്ത്? ഇതിൻ്റെ ഫൈനൽ വോളിയം എന്ന് പറയുന്നത്. സോ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയുന്നത് നമുക്ക് ഈസി അല്ല. സോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഡെൽറ്റ വരുന്ന പ്രൊഡക്റ്റുകൾ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡെൽറ്റ L ഇൻറ്റു ഡെൽറ്റ W, അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാം. കാരണം അത് വളരെ ചെറുതായിരിക്കും. ഡെൽറ്റ L എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ L ഇൻറ്റു ഡെൽറ്റ W എന്ന് പറയുന്നത് തീരെ ചെറുതായിരിക്കും. സോ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാം. സോ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്
എളുപ്പത്തിൽ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു ഡി 3 മൾട്ടിപ്ലൈ ചെയ്യാം. എൽ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു ഡി പ്ലസ് എല്ലും ഡബ്ല്യു എടുക്കുക. എൽ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു മൂന്നാമത്തേൻ്റെ ചേഞ്ച് ചെയ്യുന്ന ക്വാണ്ടിറ്റി എൽ ഡബ്ല്യു ഇൻറ്റു ഡെൽറ്റ ഡി. ഓക്കെ, പ്ലസ് ഡബ്ല്യു ഡി എടുക്കുക. ഡബ്ല്യു ഇൻറ്റു ഡി മൂന്നാമത്തേൻ്റെ ചേഞ്ച് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഇൻറ്റു ഡെൽറ്റ എൽ. ഇതെങ്ങനെ വരുന്നതെന്നുള്ളതിൻ്റെ ഈസി സ്റ്റെപ്പാണ് പറയുന്നത് കേട്ടോ. ദെൻ എന്ത് ചെയ്യുക, എല്ലും ഡി എടുക്കുക പ്ലസ് എൽ ഇൻറ്റു ഡി മൂന്നാമത്തിൻ്റെ ചേഞ്ച് ചെയ്യുന്ന സാധനം ഡെൽറ്റ ഡബ്ല്യു. അതായത് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ചേഞ്ച് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ തമ്മിലുള്ള ആ മൾട്ടിപ്ലിക്കേഷൻ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടുക. ഓക്കെ, സോ എൽ ഡബ്ല്യു ഡി പ്ലസ് എൽ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു ഡെൽറ്റ ഡി പ്ലസ് ഡബ്ല്യു ഇൻറ്റു ഡി ഇൻറ്റു ഡെൽറ്റ എൽ പ്ലസ് എൽ ഇൻറ്റു ഡി ഇൻറ്റു ഡെൽറ്റ ഡബ്ല്യു എന്ന് കിട്ടും. ഇനി ഫൈനൽ വോളിയം കണ്ടുപിടിച്ചു, ഇനീഷ്യൽ വോളിയം കണ്ടുപിടിച്ചു. നമ്മൾ എന്താണ് ചേഞ്ച് ഇൻ വോളിയം കാണുവാണ്. ചേഞ്ച് ഇൻ വോളിയം എന്തായിരിക്കും? ചേഞ്ച് ഇൻ വോളിയം ഈസ് ഈക്വൽ ടു ഫൈനൽ വോളിയം എന്താണ്? എൽ ഡബ്ല്യു ഡി പ്ലസ് എൽ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു ഡെൽറ്റ ഡി പ്ലസ് ഡബ്ല്യു ഇൻറ്റു ഡി ഇൻറ്റു ഡെൽറ്റ എൽ പ്ലസ് എൽ ഇൻറ്റു ഡി ഇൻറ്റു ഡെൽറ്റ ഡബ്ല്യു. ഇതാണെന്ത്? ഫൈനൽ വോളിയം. മൈനസ് ഇനീഷ്യൽ വോളിയം എന്താണ്? എൽ ഇൻറ്റു ബി ഇൻറ്റു ഡി. എൽ ഇൻറ്റു ബി ഇൻറ്റു ഡി. ഓക്കെ, സോ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് കിട്ടും എൽ ഡബ്ല്യു ഡി എൽ ഡബ്ല്യു ഡി രണ്ടും ദൈവം വെട്ടിപ്പോക്കളും. സോ എൽ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു ഡെൽറ്റ ഡി പ്ലസ് ഡബ്ല്യു ഇൻറ്റു ഡി ഇൻറ്റു ഡെൽറ്റ എൽ പ്ലസ് എൽ ഇൻറ്റു ഡി ഇൻറ്റു ഡെൽറ്റ ഡബ്ല്യു എന്ന് കിട്ടും. നമുക്കെന്ത് കിട്ടി? ചേഞ്ച് ഇൻ വോളിയം കിട്ടി. നമ്മുടെ അടുത്ത് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? വോളിയോമെട്രിക് സ്ട്രെയിൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? വോളിയോമെട്രിക് സ്ട്രെയിൻ. വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം. വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുന്നത് വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം ആണ് അല്ലേ? ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം അല്ലേ? ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. സോ ചേഞ്ച് ഇൻ വോളിയം എന്താ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്? എന്താണ്? എൽ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു ഡെൽറ്റ ഡി പ്ലസ് ഡബ്ല്യു ഇൻറ്റു ഡി ഇൻറ്റു ഡെൽറ്റ എൽ പ്ലസ് എൽ ഇൻറ്റു ഡി ഇൻറ്റു ഡെൽറ്റ ഡബ്ല്യു. ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം. ഒറിജിനൽ വോളിയം എന്ത് വരും? എൽ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു ഡി അല്ലേ? ഈ എൽ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു ഡി എല്ലാത്തിനും കോമൺ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ എല്ലാത്തിനും ഇൻഡിവിജ്വലായിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? സോ അതിനെ ഡിവൈഡ് ചെയ്യാണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഓരോന്നിനും ഡിവൈഡ് ചെയ്യാണ്. സോ ഫസ്റ്റ് ക്വാണ്ടിറ്റീനെ എൽ ഡബ്ല്യു ഡി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? എല്ലും ഡിയും എല്ലും ഡബ്ല്യൂയും വെട്ടിപ്പോക്കോളും. ബാലൻസ് എന്ത് വരും? ചേഞ്ച് ഇൻ ഡെപ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡെപ്ത് അല്ലേ? പ്ലസ് ഇവിടെ നോക്കിയേ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് അല്ലേ? പ്ലസ് ചേഞ്ച് ഇൻ വിഡ്ത്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ വിഡ്ത്ത് എന്ന് വരും. അതായത് വോളിയോമെട്രിക് സ്ട്രെയിനിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതിയിരിക്കുന്നത് വോളിയോമെട്രിക് സ്ട്രെയിൻ ഈസിക്കൽ ടു എന്ത് വരും? ചേഞ്ച് ഇൻ ഡെപ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡെപ്ത് പ്ലസ് ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് പ്ലസ് ചേഞ്ച് ഇൻ വിഡ്ത്ത് ബൈ ഒറിജിനൽ വിഡ്ത്ത്. സോ ഈ ഇക്വേഷനിലേക്ക് എത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. കുഴപ്പമില്ലല്ലോ? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ സ്ട്രെയിൻ എനർജി ആൻഡ് പ്രൂഫ് റെസീലിയൻസ്. സ്ട്രെയിൻ എനർജി എന്നാൽ എന്ത്? ആൻഡ് പ്രൂഫ് റെസീലിയൻസ് എന്നാൽ എന്ത്? ഓക്കെ, രണ്ടും ഏകദേശം സിമിലർ സാധനങ്ങളാണ്. എന്താണ് വ്യത്യാസം നോക്കാം. സോ സ്ട്രെയിൻ എനർജീനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് റെസീലിയൻസ്. ഓക്കെ, റെസീലിയൻസിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത്? സപ്പോസ് നമ്മളൊരു മെറ്റീരിയലിനെ സ്ട്രെസ് ചെയ്യാന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു മെറ്റീരിയൽ നമ്മൾ സ്ട്രെസ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രെയിൻ ഗ്രാഫ് ഞാൻ വരയ്ക്കുകയെന്ന് വിചാരിക്കാം. സ്ട്രെയിൻ ഗ്രാഫ്, ഒരു മൈൽഡ് സ്റ്റീലിൻ്റെ സ്ട്രെയിൻ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വരുന്നത് അല്ലേ? സോ അതിനൊരു പർട്ടിക്കുലർ പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് വിളിക്കുന്ന പേരാണ് എന്ത്? ഇലാസ്റ്റിക് ലിമിറ്റ്. സോ സപ്പോസ് ഞാൻ ഒരു മെറ്റീരിയലിനെ സ്ട്രെസ് ചെയ്യാന്ന് വിചാരിക്കാം. ഒരു മെറ്റീരിയലിനെ സ്ട്രെസ് ചെയ്യാണ്, അതായത് ഒരു ലോഡ് അപ്ലൈ ആണ്. സോ ആ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സ്വാഭാവികമായിട്ടും ആ മെറ്റീരിയലിന് എന്തുണ്ടാവും? ഒരു സ്ട്രെയിൻ ഉണ്ടാവും.
സോ ഞാൻ കൊടുക്കുന്ന സ്ട്രെസ് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന സ്ട്രെസ്സിന്റെ വാല്യൂ ഇതാണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ അതിന് കറസ്പോണ്ടിങ് അതുണ്ടാവും, അതിലൊരു സ്ട്രെയിൻ ഉണ്ടാവും. സ്ട്രെയിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു മെറ്റീരിയലിന് സ്ട്രെയിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മെറ്റീരിയലിന്റെ അകത്ത് ഒരു എനർജി സ്റ്റോർ ചെയ്യും. സോ ആ സ്റ്റോർ ചെയ്യുന്ന എനർജിനെ വിളിക്കുന്ന പേരാണ് സ്ട്രെയിൻ എനർജി. സോ ഞാൻ ഒരു മെറ്റീരിയലിനെ ലോഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ സ്ട്രെസ് ചെയ്യുകയാണ്. സ്ട്രെസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് എനർജി, അതിന് സ്ട്രെയിൻ സംഭവിക്കുന്നു. അതിന് സ്ട്രെയിൻ സംഭവിക്കുന്ന മൂലം ഒരു എനർജി ആ മെറ്റീരിയൽ എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ആ എനർജിനെ വിളിക്കുന്നവരാണ് എന്ത്, സ്ട്രെയിൻ എനർജി അല്ലെങ്കിൽ റെസീലിയൻസ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റീരിയൽ നമ്മൾ സ്ട്രെസ് ചെയ്യുന്നു, സ്ട്രെസ് ചെയ്യുമ്പോൾ അവിടെ സ്ട്രെയിൻ സംഭവിക്കുന്നു. സ്ട്രെയിൻ സംഭവിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു എനർജി സ്റ്റോർ ചെയ്യുന്നു. ആ സ്റ്റോർ ചെയ്യുന്ന എനർജിനെ വിളിക്കുന്നവരാണ് എന്ത്, റെസീലിയൻസ് അഥവാ സ്ട്രെയിൻ എനർജി. ഓക്കെ, ദെൻ വാട്ട് ഈസ് പ്രൂഫ് റെസീലിയൻസ് എന്ന് ചോദിച്ചിരിക്കുന്നത്. പ്രൂഫ് റെസീലിയൻസ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നമ്മളൊരു മെറ്റീരിയലിനെ ഇലാസ്റ്റിക് ലിമിറ്റ് വരെ സ്ട്രെസ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഒരു മെറ്റീരിയലിനെ ഇലാസ്റ്റിക് ലിമിറ്റ് വരെ സ്ട്രെസ് ചെയ്യാന്ന് വിചാരിക്കാം. അങ്ങനെ ഇലാസ്റ്റിക് ലിമിറ്റ് വരെ സ്ട്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെറ്റീരിയലിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്ന സ്ട്രെയിൻ എനർജി, അതിന് വിളിക്കുന്നവരാണ് എന്ത്, പ്രൂഫ് റെസീലിയൻസ്. ഇറ്റ് ഈസ് ദി സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇൻ എ മെറ്റീരിയൽ വെൻ ഇറ്റ് ഈസ് സ്ട്രെസ്ഡ് അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ്. ഇലാസ്റ്റിക് ലിമിറ്റ് വരെ സ്ട്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെറ്റീരിയലിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിയാണ് എന്ത്, ഈ പറയുന്ന പ്രൂഫ് റെസീലിയൻസ്. റെസീലിയൻസ് അഥവാ സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദി എനർജി സ്റ്റോർഡ് ഇൻ എ ബോഡി വെൻ ഇറ്റ് ഈസ് സ്ട്രെയിൻഡ് വിതിൻ ഇലാസ്റ്റിക് ലിമിറ്റ്. ഇലാസ്റ്റിക് ലിമിറ്റിന്റെ അകത്ത് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെറ്റീരിയലിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിയാണ് എന്ത്, സ്ട്രെയിൻ എനർജി അഥവാ റെസീലിയൻസ് എന്ന് പറയുന്നത്. സോ ഡിഫറൻസ് മനസ്സിലായല്ലോ. വിതിൻ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുകയാണെങ്കിൽ എന്താണത്, സ്ട്രെയിൻ റെസീലിയൻസ് ആണ്, സ്ട്രെയിൻ എനർജി അഥവാ റെസീലിയൻസ് ആണ്. അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്, അത് നമ്മുടെ പ്രൂഫ് റെസീലിയൻസ് ആണ്. ഓക്കെ, നൗ നമ്മുടെ എസ് എ പാർട്ടിലേക്ക് പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എസ് എ പാർട്ടിൽ നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൻ്റെ ഓവർ ക്വസ്റ്റ്യൻ ആയിട്ട് 2 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ എല്ലാം പ്രോബ്ലം ആണ്. എസ് എ പാർട്ടിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ബ്രാസ് ബാർ 25 mm ഡയമീറ്റർ. ഓക്കെ, ഒരു ബ്രാസിൻ്റെ ഒരു ബാർ, അതിൻ്റെ ഡയമീറ്റർ 25 mm ആണ്. ഈസ് എൻക്ലോസ്ഡ് ഇൻ എ സ്റ്റീൽ ട്യൂബ് ഓഫ് 25 mm ഇന്റേണൽ ഡയമീറ്റർ ആൻഡ് 50 mm എക്സ്റ്റേണൽ ഡയമീറ്റർ. എന്താണ്, നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ഒരു ബ്രാസിൻ്റെ ഒരു ബാറുണ്ട് അല്ലേ, ബ്രാസിൻ്റെ ബാർ. എന്താണ്, ബ്രാസിൻ്റെ ബാറാണ്. ഓക്കെ, അത് എൻക്ലോസ്ഡ് ഇൻ എ സ്റ്റീൽ ട്യൂബ് ഓഫ് 25 mm ഇന്റേണൽ ഡയമീറ്റർ ആൻഡ് 50 mm എക്സ്റ്റേണൽ ഡയമീറ്റർ. ബ്രാസിന്റെ ഡയമീറ്റർ എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്, 25 ആണ് അല്ലേ. ഇത് ഒരു ട്യൂബിന്റെ അകത്ത് എൻക്ലോസ് ചെയ്തേക്കുവാണ്, ഒരു ട്യൂബിന്റെ അകത്ത് എൻക്ലോസ് ചെയ്തേക്കുവാണ്. ആ ട്യൂബിന്റെ ഇന്റേണൽ ഡയമീറ്റർ എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്, 25 mm. എക്സ്റ്റേണൽ ഡയമീറ്റർ എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്, 50 mm. ഓക്കെ, എക്സ്റ്റേണൽ ഡയമീറ്റർ എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്, 50 mm. കുഴപ്പമില്ലല്ലോ. ഓക്കെ, ബോത്ത് ഓഫ് ദം ആർ 1 meter ലോങ്. രണ്ടിനും എന്താണ്, 1 meter ലോങ് ആണുള്ളത്, 1 meter ലെങ്ത് ആണുള്ളത്. അറ്റ് റൂം ടെമ്പറേച്ചർ ആൻഡ് ഫാസ്റ്റൻഡ് റിജിഡ്ലി ടു ഈച്ച് അതർ അറ്റ് ദി എൻഡ്സ്. 2 എൻഡിൽ എന്താണത്, അത് റിജിഡായിട്ട് എന്ത് ചെയ്തേക്കാണ്, ഫാസ്റ്റൻ ചെയ്തേക്കുവാണ്. 2 എൻഡിലും അത് റിജിഡായിട്ട് എന്ത് ചെയ്തേക്കാണ്, ഫാസ്റ്റൻ ചെയ്തേക്കാണ്. അതായത് 2 എൻഡും റിജിഡാണ് എന്ന് വിചാരിക്കാം. സോ 2 എൻഡിലും റിജിഡായിട്ട് ഫാസ്റ്റൻ ചെയ്തേക്കാണ്, അതായത് സാധനം ലൂസായി പോവില്ല. ഓക്കെ, If room temperature is 20 degrees Celsius, room temperature 20 degrees Celsius എന്ന് പറഞ്ഞേക്കുവാണ്. Find to what temperature the assembly should be heated. എത്ര ടെമ്പറേച്ചറിലേക്ക് ഈ അസംബ്ലി ഹീറ്റ് ചെയ്താലാണ് so that heated so as to generate a compressive stress of 48.7 meganewton per meter square in brass. നമ്മൾ എന്ത് ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്താലാണ് ഈ ബ്രാസിൽ 48.7 മെഗാന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ കംപ്രസീവ് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദി സ്ട്രെസ് ഇൻ സ്റ്റീൽ അറ്റ് ദിസ് ടെമ്പറേച്ചർ? ഈ ടെമ്പറേച്ചറിൽ നമ്മുടെ സ്റ്റീലിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് എത്രയാണ്? അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അസ്യൂം ES is equal to 200 giganewton per meter square. ESന്റെ വാല്യൂ എത്രയാണ്? 200 giganewton per meter square ആണ്.
EB എത്രയാണ് 100. ES എന്ന് പറഞ്ഞാൽ എന്താണ്? യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ എത്രയാണ്? 200 ജിഗാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. EB യങ്സ് മോഡുലസ് ഓഫ് ബ്രാസ് 100 ജിഗാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ആൽഫ എസ് എന്താണ്? ലീനിയർ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ എത്രയാണ്? 11.6 × 10⁻⁻6 പെർ ഡിഗ്രി സെൽഷ്യസ്. അതിന്റെ യൂണിറ്റ് എന്താണ്? പെർ ഡിഗ്രി സെൽഷ്യസ്. ദെൻ ആൽഫ ബി എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഓഫ് ബ്രാസ്. അതിന്റെ വാല്യൂ എത്രയാണ്? 18.7 × 10⁻⁶ പെർ ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇത്രയും ക്വാണ്ടിറ്റീസ് തന്നേക്കുവാണ്. സോ നമുക്ക് നമ്മൾ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസിന്റെ ഒരു നല്ല യൂണിറ്റിലേക്ക് ആക്കാം. ഫസ്റ്റ് നോക്കിയേ, എല്ലാ ഡയമെൻഷൻസും MM-ലാണ് തന്നിരിക്കുന്നത്. സോ സ്ട്രെസ് ഒക്കെ ന്യൂട്ടൺ പെർ mm² ആണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, സ്ട്രെസ്സും യങ്സ് മോഡുലസും ഒക്കെ. സോ ഇവിടെ ആപ്പാർ തന്നിരിക്കുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? കംപ്രസീവ് സ്ട്രെസ് ആക്ടിങ് ഓൺ ദി ബ്രാസ് ആണ്. എത്രയാണ്? 48.7 മെഗാന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. സോ കംപ്രസീവ് സ്ട്രെസ് ഓൺ ദി ബ്രാസ് സിഗ്മ സി അല്ലേ? കംപ്രസീവ് സ്ട്രെസ് ഓൺ ദി ബ്രാസ് ആണ്. ബ്രാസ് ആയതുകൊണ്ട് ഞാൻ സിഗ്മ ബി എന്ന് എടുക്കുവാണ് കേട്ടോ. സിഗ്മ ബി. ഓക്കെ, സിഗ്മ ബിയുടെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. എത്രയാണ് സിഗ്മ ബിയുടെ വാല്യൂ? സിഗ്മ ബി ഈസ് ഈക്വൽ ടു 48.7 മെഗാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. 48 മെഗാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഞാൻ പറഞ്ഞിരുന്നു മെഗാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെ നമ്മൾ എന്ത് ചെയ്തുകൊള്ളണം? എന്തായിട്ട് എഴുതിക്കൊള്ളണം? ന്യൂട്ടൺ പെർ mm² ആയിട്ട് എഴുതിക്കൊള്ളണം. ഞാൻ പറഞ്ഞു മെഗാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്ടൺ പെർ mm² ആണ്. കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്ടൺ പെർ mm² തന്നെ ആയിട്ടുള്ളൂ. സോ അതിന്റെ വാല്യൂ 48.7 ന്യൂട്ടൺ പെർ mm². ദെൻ ES ഈസ് ഈക്വൽ ടു എന്താണ്? യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഈസ് ഈക്വൽ ടു എത്രയാണ്? 200 ജിഗാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 200 ജിഗാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാൻ പറ്റും? 200 × 10⁻³ മെഗാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 200 × 10⁻³ ന്യൂട്ടൺ പെർ mm² അല്ലേ? യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീലിന്റെ വാല്യൂ. അതുപോലെ യങ്സ് മോഡുലസ് ഓഫ് ബ്രാസ് തന്നേക്കുവാണ്. EB എത്രയാണ് വന്നിരിക്കുന്നത്? 100 ജിഗാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പം എന്തൊരു 100 × 10⁻³ ന്യൂട്ടൺ പെർ mm². സോ ഉള്ള സ്ട്രെസ്സും ഉള്ള മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഒക്കെ നമ്മൾ ന്യൂട്ടൺ പെർ mm² യൂണിറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് നമുക്ക് വാട്ട് ഈസ് ദി സ്ട്രെസ് ആക്ടിങ് ഓൺ ദി സ്റ്റീൽ അത് കണ്ടുപിടിക്കാം. അതിനു മുമ്പ് നോക്കിയേ, നമ്മുടെ ബ്രാസിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എത്രയാണ്? 18.7 × 10⁻⁻6 ആണ് അല്ലേ? ബ്രാസിന്റെ പറയുന്ന കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ 18.7. സ്റ്റീലിന്റെ നോക്കിയേ 11.6 ഉള്ളൂ അല്ലേ? 11.6 ഉള്ളൂ. അതായത് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഓഫ് ബ്രാസ് ഈസ് ഗ്രേറ്റർ ദാൻ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ. ശരിയാണല്ലോ? ഇതിന്റെ അർത്ഥം എന്താണ്? ബ്രാസിന് കൂടുതൽ എന്താ എക്സ്പാൻഡ് ആവാനുള്ള ടെൻഡൻസി ഉണ്ട്, എന്നാൽ സ്റ്റീലിന് അത്ര ഇല്ലാനും. ഓക്കെ, ഇതിന്റെ എഫക്റ്റ് എന്താണ്? ബ്രാസിൽ ഒരു കംപ്രസീവ് സ്ട്രെസ് ആക്ട് ചെയ്യും. ശരിയല്ലേ? ബ്രാസിൽ ഒരു കംപ്രസീവ് സ്ട്രെസ് ആക്ട് ചെയ്യും. അതായത് ബ്രാസിൽ എന്താണ്? കംപ്രസീവ് സ്ട്രെസ് ആക്ട് ചെയ്യും. സ്റ്റീലില് എന്ത് ചെയ്യും? ടെൻസൈൽ സ്ട്രെസ് ആക്ട് ചെയ്യും. മനസ്സിലായല്ലോ? സോ ബ്രാസിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് കംപ്രസീവ് സ്ട്രെസ്സും സ്റ്റീലിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് ടെൻസൈൽ സ്ട്രെസ്സും ആയിരിക്കും. കാരണം എന്താണ്? ആൽഫ ബി അഥവാ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഓഫ് ബ്രാസ് ഈസ് ഗ്രേറ്റർ ദാൻ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ. സോ ബ്രാസിൽ കംപ്രസീവ് സ്ട്രെസ്സും സ്റ്റീലിൽ ടെൻസൈൽ സ്ട്രെസ്സും ആക്ട് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ സിഗ്മ എസ് അഥവാ ടെൻസൈൽ സ്ട്രെസ് ആക്ടിങ് ഓൺ ദി സ്റ്റീൽ കണ്ടുപിടിക്കാൻ പോവാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നമ്മുടെ സ്റ്റീലിൽ ആക്ട് ചെയ്യുന്ന ലോഡും അതുപോലെ നമ്മുടെ ബ്രാസിൽ ആക്ട് ചെയ്യുന്ന ലോഡും സെയിം ആയിരിക്കും. ഓക്കെ, അതായത് ഫോർ ഇക്വിലിബ്രിയം ഓഫ് ദി സിസ്റ്റം, ഫോർ ഇക്വിലിബ്രിയം ഓഫ് ദി സിസ്റ്റം, സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ് എങ്കിൽ ലോഡ് ഓൺ ബ്രാസ്
will be equal to load on steel. സ്റ്റീലിൽ ആക്ട് ചെയ്യുന്ന ലോഡും നമ്മുടെ ഈ പറയുന്ന ബ്രാസിൽ ആക്ട് ചെയ്യുന്ന ലോഡും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലോഡ് ഓൺ ദി ബ്രാസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്ട്രെസ് ഓൺ ബ്രാസ് ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ബ്രാസ്. ഓക്കെ, ഈക്വൽ ടു സ്ട്രെസ് ഓൺ സ്റ്റീൽ ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് സ്റ്റീൽ. ഓക്കെ, ഇനി സ്ട്രെസ് ഓൺ ദി ബാർ നമുക്കറിയാം. എത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്? എത്രയാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്? എന്താണ്? 48.7 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ഇപ്പോൾ 48.7 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ഏരിയ ഓഫ് ബ്രാസ്, ഓക്കെ, ബ്രാസിന്റെ ഏരിയ, ബ്രാസിന്റെ ഡയമീറ്റർ എത്രയാണ്? 25 mm ആണ് അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻറ്റു അതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ക്രോസ് സെക്ഷണൽ ഏരിയ π/4 ഇൻറ്റു 25ന്റെ സ്ക്വയർ അല്ലേ? 25ന്റെ സ്ക്വയർ ഈസിക്കൽ ടു സിഗ്മ എസ്. സിഗ്മ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെസ് ഓൺ ദി സ്റ്റീൽ, അതാ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി സ്റ്റീൽ. ഓക്കെ, സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോളോ ആണ് അല്ലേ? സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളോ ആണ്. അപ്പൊ അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? π/4 ഇൻറ്റു ഇതിന്റെ അപ്പർ ഡയമീറ്റർ എത്രയാണ്? 50 ആണ് അല്ലേ? സോ 50ന്റെ സ്ക്വയർ മൈനസ് ഇന്നർ ഡയമീറ്റർ, ലോവർ ഡയമീറ്റർ എത്രയാണ്? 25 ആണ്. 25ന്റെ സ്ക്വയർ അല്ലേ? സോ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സിഗ്മ എസിന്റെ വാല്യൂ കിട്ടും. സിഗ്മ എസിന്റെ വാല്യൂ നമുക്ക് ഇത് ചെയ്ത് കഴിയുമ്പോൾ 16.23 സിഗ്മ എസ് ഈസ് ഈക്വൽ ടു 16.23 ന്യൂട്ടൺ പെർ mm സ്ക്വയർ കിട്ടും. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. 16.23 ന്യൂട്ടൺ പെർ mm സ്ക്വയർ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? നമ്മൾ സ്റ്റീലിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് കണ്ടുപിടിച്ചു, സിഗ്മ എസ് കണ്ടുപിടിച്ചു. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സ്റ്റീലിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് എത്രയാണെന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? അത് കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യനിൽ രണ്ടാമത്തെ സാധനം കൂടി ചോദിച്ചിട്ടുണ്ട്. എന്താണ്? If the room temperature is 20 degrees Celsius, find to what temperature the assembly should be heated so as to generate a compressive stress of 48.7 meganewton per meter square in brass. എന്തുമാത്രം ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്താലാണ് ബ്രാസിൽ 48.7 മെഗാന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ സ്ട്രെസ് ഉണ്ടാകുന്നത്? അതെങ്ങനെ കാൽക്കുലേറ്റ് നോക്കാം. സോ ഈ രണ്ട് സാധനവും റിജിഡ്ലി ഫിക്സ്ഡ് ആണെന്ന് പറഞ്ഞേക്കുവാണ് അല്ലേ? രണ്ടും റിജിഡ്ലി ഫിക്സ്ഡ് ആണ്. അതിന്റെ അർത്ഥം എന്താ? ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് ബ്രാസ്, ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് ബ്രാസ് വിൽ ബി ഈക്വൽ ടു ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ ആയിരിക്കും. ഓക്കെ, ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ ആയിരിക്കും. നമ്മളിവിടെ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ നമ്മളിവിടെ ഹീറ്റ് ചെയ്യുകയാണ് അല്ലേ? ഈ അസംബ്ലിയിൽ ഹീറ്റ് ചെയ്യുകയാണ്. ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? എക്സ്പാൻഡ് ആവും. രണ്ടും ടൈറ്റ് ആയിട്ട് റിജിഡ് ആയിട്ട് ഫിക്സ് ചെയ്തതുകൊണ്ട് രണ്ടിലും ഉണ്ടാകുന്ന എക്സ്പാൻഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? സോ ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് ബ്രാസ് ഈസ് ഈക്വൽ ടു ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ ആയിരിക്കും. ഇനി ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് ബ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് പറ്റുമെന്ന് അറിയാമോ? ഹീറ്റ് ചെയ്യുന്ന മൂലം ഉണ്ടാവുന്ന എക്സ്പാൻഷൻ അതിനെങ്ങനെയാണ്? ആൽഫ ബി എന്ന് പറയുന്നതാണ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഓഫ് ബ്രാസ് ഇൻറ്റു എന്തുമാത്രം ടെമ്പറേച്ചറിലേക്കാണ് ഹീറ്റ് ചെയ്യുന്നത്? ഓക്കെ, ടി അല്ലെ? എന്തുമാത്രം ടെമ്പറേച്ചറാണ് ഹീറ്റ് ചെയ്യുന്നത്? അത് 20 ഡിഗ്രി സെൽഷ്യസ് ആണ് റൂം ടെമ്പറേച്ചർ. ഓക്കെ, ഇതിന് എത്രമാത്രം ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്താലാണ് എക്സ്പാൻഷൻ നടക്കുന്നത്? അതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ടി ഇൻറ്റു എൽ ഇതാണെന്ത്? റൈസ് ഇൻ ടെമ്പറേച്ചർ മൂലം ഉണ്ടാവുന്ന എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ റൈസ് മൂലം ഉണ്ടാവുന്ന എക്സ്പാൻഷൻ. ഓക്കെ, ഇനി ബ്രാസിൽ എന്താണ്? കംപ്രസീവ് സ്ട്രെസ് ആക്ട് ചെയ്യണ്ടല്ലേ? സോ ആ കംപ്രസീവ് സ്ട്രെസ് മൂലം എന്ത് ചെയ്യും? ഈ എക്സ്പാൻഷനെ കുറച്ച് റെസ്ട്രിക്ട് ചെയ്യും. സോ അതിന്റെ എമൗണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മൈനസ് സിഗ്മ ബി എന്ന് പറഞ്ഞാൽ ബ്രാസിൽ ആക്ട് ചെയ്യുന്ന കംപ്രസീവ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഇ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാസിന്റെ യങ്സ് മോഡുലസ് ഇൻറ്റു എൽ. ഇതാണ് എന്ത്? കംപ്രസീവ് സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന എക്സ്പാൻഷൻ. ആക്ച്വലി ഇത്രയും ലെങ്ത് എന്ത് ചെയ്യും? കുറയും. which will be equal to actual expansion of steel എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റീലില് ടെമ്പറേച്ചർ റൈസ് മൂലം ഉണ്ടാകുന്ന എക്സ്പാൻഷൻ. അതിനെങ്ങനെ എഴുതാൻ പറ്റും? ആൽഫ എസ് ഇൻറ്റു റൈസ് ഇൻ ടെമ്പറേച്ചർ ഇൻറ്റു ലെങ്ത് ഓഫ് സ്റ്റീൽ. ഓക്കെ, പ്ലസ് എന്താണ് പ്ലസ് വന്നത്? സ്റ്റീലിൽ എന്താ നടക്കുന്നത്?
സ്റ്റീലിൽ ടെൻസൈൽ സ്ട്രെസ് ആണ് ആക്ട് ചെയ്യുന്നത്. സോ ടെൻസൈൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്ന മൂലം അതിൻ്റെ ഈ എക്സ്പാൻഷനോടൊപ്പം തന്നെ ആഡഡ് ആയിട്ട് എക്സ്ട്രാ എക്സ്പാൻഷൻ ഉണ്ടാവും. സോ അതിൻ്റെ എമൗണ്ട് അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സിഗ്മ സ്റ്റീലിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഇൻറ്റു എൽ ആണ്. ഓക്കെ, സോ എല്ലാ തെർമൽ സ്ട്രെസ്സിന്റെ പ്രോബ്ലംസിലും നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം, എന്നാലാണ് നമുക്ക് ഇനി സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷൻ നോക്കി എല്ലാ ടേംസിലും എന്തുണ്ട്, ലെങ്ത് ഉണ്ട്. സോ ആ ലെങ്ത് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. സോ ബാലൻസ് എന്തെന്നു, ആൽഫ ബി ഇൻറ്റു റൈസ് ഇൻ ടെമ്പറേച്ചർ മൈനസ് സിഗ്മ ബി ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ് ഓഫ് ബ്രാസ് ഈസ് ഈക്വൽ ടു ആൽഫ എസ് ഇൻറ്റു റൈസ് ഇൻ ടെമ്പറേച്ചർ പ്ലസ് സിഗ്മ എസ് ടെൻസൈൽ സ്ട്രെസ് ഓൺ ദി സ്റ്റീൽ ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ. കുഴപ്പമില്ലല്ലോ. ഇതിൽ നമുക്ക് എല്ലാത്തിൻ്റെയും വാല്യൂ അറിയാം എക്സെപ്റ്റ് ദി ടെമ്പറേച്ചർ അല്ലേ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൽഫ ബിയുടെ വാല്യൂ എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്, ആൽഫ ബിയുടെ വാല്യൂ 18.7 ഇൻറ്റു 10⁻⁻6 ആണ്. സോ 18.7 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു ടി മൈനസ് സിഗ്മ ബിയുടെ വാല്യൂ എത്രയാണ്, സിഗ്മ ബി 48.7 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആണ്. 48.7 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ഇ ബി യങ്സ് മോഡുലസ് ഓഫ് ബ്രാസ്, അതിന്റെ വാല്യൂ എത്രയാന്ന് പറഞ്ഞിരിക്കുന്നത് 100 ഇൻറ്റു 10⁻³ അല്ലെ. 100 ഇൻറ്റു 10⁻³ 100 ഇൻറ്റു 10⁻³ ഈസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ, അതിന്റെ വാല്യൂ എത്രയാണ്, ക്വസ്റ്റ്യനിലുണ്ട് നോക്കുക എത്രയാണ്, 11.6 ഇൻറ്റു 10⁻⁻6 അല്ലെ. 11.6 ഇൻറ്റു 10⁻⁻6 ടെമ്പറേച്ചറിന്റെ വാല്യാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ടെമ്പറേച്ചർ പ്ലസ് സിഗ്മ എസ് സ്റ്റീലിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് എത്രയാണ്, അത് നമ്മൾ കണ്ടുപിടിച്ചു. എത്ര കണ്ടുപിടിച്ചേ, 16.23 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. സോ 16.23 ഡിവൈഡഡ് ബൈ ഇ എസ് യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ എത്രയാണ്, 210 ആണ് അല്ലെ. 210 ഇൻറ്റു 10⁻3. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഓൺലി അൺനോൺ ഈസ് ടെമ്പറേച്ചർ. സോ നമുക്ക് സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചർ കണ്ടുപിടിക്കാമല്ലോ. സോ നിങ്ങൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചറിന്റെ വാല്യൂ നമുക്ക് 80 ഡിഗ്രി സെൽഷ്യസ് കിട്ടും. ഓക്കെ, അപ്പൊ റൈസ് ഇൻ ടെമ്പറേച്ചർ 80 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ റൈസ് ചെയ്താലാണ് എന്തുണ്ടാവുക, ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ബ്രാസിൽ 48.7 മെഗാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ കംപ്രസീവ് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ദി ഫൈൻഡ് ടു വാട്ട് ടെമ്പറേച്ചർ ദി അസംബ്ലി ഷുഡ് ബി ഹീറ്റഡ് എന്ന് വെച്ചിരിക്കുന്നത്. ഓക്കെ, റൈസ് ഇൻ ടെമ്പറേച്ചർ ആണ് 80 ഡിഗ്രി സെൽഷ്യസ്, റൂം ടെമ്പറേച്ചർ എത്രയാണ് 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ ഫൈനൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഏത് ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്താലാണ് ഈ പറയുന്ന ബ്രാസിൽ 48.7 മെഗാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ സ്ട്രെസ് ഉണ്ടാവുക, ഈ റൂം ടെമ്പറേച്ചറിന്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ 80 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാം. ഇപ്പം കിട്ടും 100 ഡിഗ്രി സെൽഷ്യസ്. സോ 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഹീറ്റ് ചെയ്താലാണ് ബ്രാസിൽ എന്ത് കിട്ടുക, ഈ പറയുന്ന 48.7 മെഗാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ കംപ്രസീവ് സ്ട്രെസ് കിട്ടുക. ഓക്കെ, സോ ഇത്രയാണ് ഈ ക്വസ്റ്റ്യനിലുള്ളത്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ അതിൻ്റെ ഓവർ ക്വസ്റ്റ്യൻ ആണ്, എന്താണെന്ന് നോക്കാം. എ സ്റ്റീൽ ഫ്ലാറ്റ് 150 mm വൈഡ് 15 mm തിക്ക് ആൻഡ് 6 മീറ്റർ ലോങ്. ഒരു സ്റ്റീലിൻ്റെ ഒരു ഫ്ലാറ്റ് ബാർ, അതിൻ്റെ വിഡ്ത്ത് 150 mm ആണ്, അതിൻ്റെ തിക്നെസ് 15 mm ആണ്, ലെങ്ത് 6 മീറ്റർ ആണ്. ക്യാരീസ് എ പുൾ ഓഫ് 270 കിലോ ന്യൂട്ടൺ. അതിലെന്താണ് 270 കിലോ ന്യൂട്ടൺ ഒരു പുള്ള് ആക്ട് ചെയ്യാണ്. ഫൈൻഡ് ദി എക്സ്റ്റൻഷൻ ഇൻ ലെങ്ത് ആൻഡ് കോൺട്രാക്ഷൻ ഇൻ വിഡ്ത്ത് ആൻഡ് തിക്നെസ് അണ്ടർ ദി പുൾ. അങ്ങനെ പുള്ള് സംഭവിക്കുമ്പോൾ അതിൻ്റെ ലെങ്ത് എന്തുമാത്രം കൂടുന്നുണ്ട്, അതുപോലെ അതിൻ്റെ വിഡ്ത്തും തിക്നെസ്സും എന്തുമാത്രം കുറയുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കുക. ഗിവൺ മ്യൂ അഥവാ പോയിസൺസ് റേഷ്യോ എത്രയാണ്, 0.3 ആണ്. ഇ അഥവാ യങ്സ് മോഡുലസ് എന്താണ്, 200 ഇൻറ്റു 200 ജിഗാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓൾസോ കാൽക്കുലേറ്റ് ദി ചേഞ്ച് ഇൻ വോളിയം. ചേഞ്ച് ഇൻ വോളിയം കണ്ടുപിടിക്കും. എങ്ങനെ നോക്കാം. സോ നമുക്ക് ഡയമെൻഷൻസ് ഒക്കെ mm തന്നിരിക്കുന്നത് അല്ലേ, 150 mm 15, പക്ഷെ ലെങ്ത് മാത്രം 6 മീറ്റർ ആണ്. ശ്രദ്ധിച്ചോളണം, ലെങ്ത് മീറ്ററിലാണ്, അതിന് നമ്മൾ എന്ത് ചെയ്തോളണം, നമുക്ക് മില്ലിമീറ്ററിൽ കൺവേർട്ട് ചെയ്തോളണം. സോ അതിൻ്റെ വിഡ്ത്ത് തന്നേക്കുവാണ്. വിഡ്ത്ത് എത്രയാണ്, 150 mm. തിക്നെസ് തന്നിട്ടുണ്ട് അല്ലേ, തിക്നെസ് എത്രയാണ്, തിക്നെസ് T is equal to
mm. ലെങ്ത്ത് മീറ്ററിലാണ് തന്നിരിക്കുന്നത് അല്ലേ? എത്രയാണ്? 6 മീറ്റർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തോളണം? 6000 മില്ലിമീറ്റർ. ഓക്കെ, സ്ട്രെസ്സിന്റെ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ മില്ലിമീറ്ററിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് തന്നിരിക്കുന്നത് പുള്ള് 270 കിലോ ന്യൂട്ടൺ ആണ് അല്ലേ? ലോഡ് പുള്ള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ലോഡ് 270 കിലോ ന്യൂട്ടൺ ആണ്. ദെൻ പോയിസൺസ് റേഷ്യോ അതിന് യൂണിറ്റ് ഇല്ല, എന്താണ്? 0.3 ആണ്. യങ്സ് മോഡുലസ് തന്നേക്കുവാണ്. യങ്സ് മോഡുലസ് ഈസിക്കൽ എത്രയാണ്? 200 ജിഗാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ എന്ത് വരും? 200 ഇൻറ്റു 10⁻³ മെഗാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇനി മെഗാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 200 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ പെർ mm² ആണ്. സോ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് ഒക്കെ നമുക്ക് ആവശ്യമുള്ള യൂണിറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്തു. ഇനി നമുക്ക് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദി എക്സ്റ്റൻഷൻ ഇൻ ലെങ്ത്. അത് കണ്ടുപിടിക്കേണ്ടത്. എക്സ്റ്റൻഷൻ ഇൻ ലെങ്ത് അത് കണ്ടുപിടിക്കാം. നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. എക്സ്റ്റൻഷൻ ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത് ആണ് അല്ലേ? ചേഞ്ച് ഇൻ ലെങ്ത്. സോ ചേഞ്ച് ഇൻ ലെങ്ത് തന്നെ കണ്ടുപിടിക്കുക. ചേഞ്ച് ഇൻ ലെങ്ത് ΔL ഈസ് ഈക്വൽ ടു P ഇൻറ്റു L ബൈ A ഇൻറ്റു E അല്ലേ? എന്നാൽ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. P ഇൻറ്റു L ഡിവൈഡഡ് ബൈ A ഇൻറ്റു A. എല്ലാ ക്വാണ്ടിറ്റീസ് തന്നിട്ടില്ല. നോക്കിയേ, പിയുടെ വാല്യൂ എത്രയാ? 270 കിലോ ന്യൂട്ടൺ ആണ്. ലെങ്ത് എത്രയാന്ന് പറയുകയാണ്? 6 മീറ്റർ ആണ്, അഥവാ 6000 mm ആണ്. ഏരിയ 150 ഇൻറ്റു 15 അല്ലേ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഈ എത്രയാണ്? 200 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ പെർ mm². സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ ഈസ് ഈക്വൽ ടു നമ്മുടെ ലോഡ് 270 കിലോ ന്യൂട്ടൺ ആണ് കേട്ടോ. 270 കിലോ ന്യൂട്ടൺ. അപ്പോൾ 270 ഇൻറ്റു 10⁻³ 270 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ. ഓക്കെ, ഇൻറ്റു ലെങ്ത് എത്രയാണ്? 6000 ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? 150 ഇൻറ്റു 15 150 ഇൻറ്റു 15 ഇൻറ്റു യങ്സ് മോഡുലസിന്റെ വാല്യൂ എത്രയാ? 200 ഇൻറ്റു 10⁻³ 200 ഇൻറ്റു 10⁻³. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ ലെങ്ത്തിന്റെ വാല്യൂ കിട്ടും. ചേഞ്ച് ഇൻ ലെങ്ത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3.6 മീറ്റർ എന്ന് കിട്ടും. 3.6 mm എന്ന് കിട്ടും. ഓക്കെ, എക്സ്റ്റൻഷൻ അഥവാ ചേഞ്ച് ഇൻ ലെങ്ത് 3.6 mm എന്ന് കിട്ടും. ഓക്കെ, ചെയ്തു നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. എന്താണ്? എക്സ്റ്റൻഷൻ ഇൻ ലെങ്ത്. ദെൻ അടുത്തെന്താണ് പറയുന്നത്? കോൺട്രാക്ഷൻ ഇൻ വിഡ്ത്ത് ആൻഡ് തിക്നെസ്. ഇത് രണ്ടും കണ്ടുപിടിക്കണം. സോ കോൺട്രാക്ഷൻ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കോൺട്രാക്ഷൻ ഇൻ വിഡ്ത്ത്, കോൺട്രാക്ഷൻ ഇൻ തിക്നെസ് രണ്ടും കണ്ടുപിടിക്കണം. സോ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ലീനിയർ സ്ട്രെയിൻ കണ്ടുപിടിക്കുക. ലീനിയർ സ്ട്രെയിൻ അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ലീനിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ P/AE ആണ്. P/AE. ഓക്കെ, അല്ലെങ്കിലോ നമ്മൾ എന്ത് ചെയ്യാം? 3.6 ചേഞ്ച് ലെങ്ത് നമുക്കറിയാം. 3.6 ഒറിജിനൽ ലെങ്ത് എത്രയാണ്? നമുക്കറിയാം എത്രയാണ്? 6 മീറ്റർ ആണ്. അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് ചെയ്യാം. ഓക്കെ, രണ്ടും എന്താണ്? സ്ട്രെയിൻ്റെ ഇക്വേഷൻ ആണ്. സോ അതിന് ചെയ്യുക. ഡെൽറ്റയിൽ എത്രയാണ്? 3.6 mm ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് എത്രയാണ്? 6000 ആണ്. 6000. ഓക്കെ, സോ അതിന് 6000 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലീനിയർ സ്ട്രെയിൻ കിട്ടും. സോ ലീനിയർ സ്ട്രെയിൻ്റെ വാല്യൂ നമുക്ക് 6 ഇൻറ്റു 10⁻⁻⁴ എന്ന് കിട്ടും. ഓക്കെ, 6 ഇൻറ്റു 10⁻⁻⁴. ലീനിയർ സ്ട്രെയിൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ദെൻ ലാറ്ററൽ സ്ട്രെയിൻസ് കണ്ടെത്താം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ചേഞ്ച് ഇൻ വിഡ്ത്ത് കണ്ടെത്താൻ പറ്റും. അങ്ങനെ ചേഞ്ച് ഇൻ വിഡ്ത്ത് കണ്ടെത്താൻ പറ്റാം. ചേഞ്ച് ഇൻ വിഡ്ത്ത് അതിനെ കണ്ടുപിടിക്കുക. നമ്മൾ എന്ത് ചെയ്യണം? ലാറ്ററൽ സ്ട്രെയിൻ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കുക. ലാറ്ററൽ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു പോയിസൺസ് റേഷ്യോ വന്നേക്കാണല്ലേ 0.3. പോയിസൺസ് റേഷ്യോ ഇൻറ്റു ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ. സോ പോയിസൺ റേഷ്യോയുടെ വാല്യൂ എത്രയാണ്? 0.3. 0.3 ഇൻറ്റു ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ എത്രയാണ്? 6 ഇൻറ്റു 10⁻⁻⁴. സോ 6 ഇൻറ്റു 10⁻⁴ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1.8 ഇൻറ്റു 10⁻⁴ എന്ന് കിട്ടും. 1.8 ഇൻറ്റു 10⁻⁴ ലാറ്ററൽ സ്ട്രെയിൻ കിട്ടി.
ചേഞ്ച് ഇൻ വിഡ്ത്ത് ആണ് അവൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. ചേഞ്ച് ഇൻ വിഡ്ത്ത് എങ്ങനെ കാണുക ചേഞ്ച് ഇൻ വിഡ്ത്ത് ഈസ് ഈക്വൽ ടു ലാറ്ററൽ സ്ട്രെയിൻ എത്രയാണ് 1.8 ഇൻറ്റു 10⁻⁴ അല്ലേ. സോ 1.8 × 10⁻⁴ എന്ത് ചെയ്യാം ഒറിജിനൽ വിഡ്ത്ത് എത്രയാണ് 150 ആണ്. 150 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. കിട്ടുന്ന ആൻസർ ആയിരിക്കും എന്ത് ചേഞ്ച് ഇൻ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇനി ചേഞ്ച് ഇൻ തിക്നെസ് എന്തായിരിക്കും? ചേഞ്ച് ഇൻ തിക്നെസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ലാറ്ററൽ സ്ട്രെയിൻ ഇൻറ്റു ഒറിജിനൽ തിക്നെസ് ആയിരിക്കും. സോ എത്ര വരും? ലാറ്ററൽ സ്ട്രെയിൻ എത്രയാണ് 1.8 ഇൻറ്റു 10⁻⁴ ഇൻറ്റു ഒറിജിനൽ തിക്നെസ് എത്രയാണ് 15 ആണ്. 15. സോ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ തിക്നെസ് 0.027 mm കിട്ടും. ഓക്കെ 0.027 mm കിട്ടും. സോ നിങ്ങൾ ചെയ്ത് നോക്കുക, ആൻസറൊക്കെ ശരിയാണെന്ന് നോക്കുക. ഓക്കെ. സോ ഇത്രയാണ് നമുക്ക് എ പാർട്ടിലുള്ള ക്വസ്റ്റ്യൻ. ഇനി ഇതിൻ്റെ ബി പാർട്ട് ഉണ്ട്. സോ ഓർ ക്വസ്റ്റ്യനിൽ 2 പാർട്ടുണ്ട്. അതിൻ്റെ എ പാർട്ടാണ് കഴിഞ്ഞത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. എ റോഡ് 12.5 mm in diameter is stretched 3.2 mm under a steady load of 10 kN. ഒരു എന്താണ് റോഡ്, അതിലൊരു സ്റ്റഡി ലോഡ് ആക്ട് ചെയ്യാണ്. ഓക്കെ 10 kN സ്റ്റഡി ലോഡ് ആക്ട് ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന സ്ട്രെച്ച് എത്രയാണ് 3.2 mm ആണ്. ചേഞ്ച് ഇൻ ലെങ്ത് 3.2 mm ആണ്. വാട്ട് സ്ട്രെസ് വുഡ് ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ദി ബാർ by a weight of 700 Newton falling through 75 mm before commencing to stretch. അതായത് ഒരു 700 ന്യൂട്ടൺ 700 ന്യൂട്ടൺ 75 mm ഹൈറ്റിൽ നിന്ന് ആ ബാറിലേക്ക് ചാടിക്കഴിഞ്ഞാൽ എന്തുമാത്രമാണ് സ്ട്രെസ് വാട്ട് സ്ട്രെസ് വുഡ് ബി പ്രൊഡ്യൂസ്, എന്തുമാത്രം സ്ട്രെസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കുക. അതായത് 10 kN ലോഡ്, അതായത് സ്റ്റഡി ലോഡ് ആക്ട് ചെയ്യുമ്പോൾ 3.2 mm ഡിഫ്ലക്ഷൻ ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 700 ന്യൂട്ടൺ ലോഡ് 75 mm ഹൈറ്റിൽ നിന്ന് താഴത്തേക്ക് അതിലേക്ക് വീടുവാണ്. അഥവാ ഒരു ഇമ്പാക്റ്റ് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ എന്തുമാത്രം സ്ട്രെസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ സ്ട്രെസ്സിന്റെ വാല്യൂ എന്താണ്? ഇമ്പാക്ട് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഉള്ള സ്ട്രെസ്സിന്റെ വാല്യൂ ഈസ് ഈക്വൽ ടു P/A. P/A എന്ന് പറയുന്നത് എന്താണ്? സ്റ്റഡി ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഉള്ള സ്ട്രെസ്സിന്റെ വാല്യൂ ഇൻറ്റു 1 + √1 + 2h ഡിവൈഡഡ് ബൈ ΔL ആണ്. ഓക്കെ 2h ഡിവൈഡഡ് ബൈ ΔL. ഓക്കെ സിഗ്മ ഈസ് ഈക്വൽ ടു P/A ഇൻറ്റു 1 + √1 + 2h ബൈ ΔL. ഇവിടെ എല്ലാ ക്വാണ്ടിറ്റീസും നമുക്ക് തന്നിട്ടുണ്ട്. പി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റഡി ലോഡാണ്. എത്രയാണ്? 10 kN ആണ്. P ഈസ് ഈക്വൽ ടു 10 kN. 10 kN. അത് നമ്മൾ എന്ത് ചെയ്യാം? 10 × 10⁻³ ന്യൂട്ടൺ എന്നാക്കാം. ഓക്കെ ഏരിയ എന്നോട് പിടിക്കാം. ഏരിയ ഈസ് ഈക്വൽ ടു 12.5 mm ഡയമീറ്റർ അല്ലേ. 12.5 ആണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. സോ ഏരിയ ഈസ് ഈക്വൽ എന്ത് വരും? π/4. ഏരിയ ഈസ് ഈക്വൽ ടു π/4 ഇൻറ്റു 12.5 സ്ക്വയർ. ഓക്കെ ഏരിയയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ദെൻ എച്ച് എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ഹൈറ്റിൽ നിന്നാണ് നമ്മുടെ ലോഡ് ചാടുന്നത്? എത്രയാണ് ഹൈറ്റ്? എത്രയാണ്? 75 mm ആണ് അല്ലേ. 75 mm ആണ്. ചേഞ്ച് ഇൻ ലെങ്ത് നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ചേഞ്ച് ഇൻ ലെങ്ത് ഈസ് ഈക്വൽ എത്രയാണ്? 3.2 മീറ്റർ ആണ്. 3.2 mm ആണ്. ഓക്കെ സോ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വാല്യൂ കിട്ടും. എത്രയാണ്? 153.74 Nm² എന്ന് നമുക്ക് നമ്മുടെ വാല്യൂ കിട്ടും. അതായത് 700 ന്യൂട്ടൺ ലോഡ് 75 mm ഹൈറ്റിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ 153.74 Nm² ലോഡ് എന്ത് ചെയ്യും? അല്ലെങ്കിൽ സ്ട്രെസ് എന്ത് ചെയ്യും? ആ മെറ്റീരിയൽ ആക്ട് ചെയ്യും. ഓക്കെ
സോ ഈ ഇക്വേഷൻ കാണിച്ചോളണം, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇക്വേഷനിലേക്ക് ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 6 മാർക്ക് കിട്ടും. ഓക്കെ, 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഈ ക്വാണ്ടിറ്റീനെ വിളിക്കുന്ന പേരാണ്, ഈ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള ഈ ക്വാണ്ടിറ്റീനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇമ്പാക്റ്റ് പാരാമീറ്റർ. ഇമ്പാക്റ്റ് പാരാമീറ്റർ. ഓക്കെ, ഇമ്പാക്റ്റ് പാരാമീറ്റർ. കുഴപ്പമില്ല. സോ ഇത്രയാണ് മൊഡ്യൂൾ 2-ൽ നിന്ന് നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ മൊഡ്യൂൾ 3-യുടെ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.